ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പെട്ടെന്ന് ഒരു വീഡിയോ നിങ്ങളെ എടുത്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. എന്നാന്ന് വെച്ചാലേ, ഞാൻ പിള്ളേർക്ക് ഇപ്പം രാത്രി ചോറ് കൊടുക്കാനായിട്ട് ഞാൻ വിചാരിച്ചു നെയ്ക്കകത്ത് മുട്ടയൊക്കെ ഇട്ട് ചിക്കിയായിട്ട് ചോറും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. ഞാൻ സാധാരണ ഇടയ്ക്ക് അങ്ങനെ ആക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അതുപോലെ ഞാൻ ആക്കുകയാണ് കേട്ടോ. അങ്ങനെ ആക്കുമ്പോഴത്തേക്കും 2 മുട്ട ഞാൻ എടുത്തു ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ. 2 മുട്ട എടുത്ത് എനിക്കിത് ആദ്യത്തെ അനുഭവമാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തുകൊണ്ടാണ് മുട്ട ഇങ്ങനെ ആയതെന്ന്. അപ്പം മുട്ട റബ്ബർ പോലെ എത്ര ഇടിച്ചിട്ടും അത് പൊട്ടുന്നില്ലെന്നുള്ളതാണ് കേട്ടോ നിങ്ങളെ ഞാൻ കാണിച്ചത്. അത് കഴിഞ്ഞ് 2 മുട്ട ഞാൻ എടുത്തു. 2 മുട്ട എടുത്തിട്ടും അതുപോലെ തന്നെയാണ്. പിന്നെ ഞാൻ വീണ്ടും വേറെ 2 മുട്ടയും കൂടി എടുത്തപ്പോഴത്തേക്ക് അത് നോർമലായിട്ട് പൊട്ടി. എൻ്റെ ഈ ഒരു പരുവത്തിൽ ഞാൻ പിള്ളേർക്ക് ചോറാക്കി കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ ഈ ഒരു പരുവത്തിൽ മുട്ടയും ചോറും കൂടെ മിക്സ് ചെയ്ത് അത്യാവശ്യം നെയ്യൊക്കെ ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്ത് പിള്ളേർക്ക് കൊടുക്കും കേട്ടോ. അപ്പം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ ഇതുപോലെ ആക്കാൻ വേണ്ടി ആദ്യം എടുത്ത 2 മുട്ട ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. ഇത് ഒരു മുട്ട, ഇത് രണ്ടാമത്തെ മുട്ട. ഇത് എത്ര ഇടിച്ചിട്ടും എത്ര ഇടിച്ചിട്ടും ഈ സാധനം എന്നാ പറയണ്ട റബ്ബർ പോലെ ഇരിക്കുകയാണ് കേട്ടോ. പൊട്ടുന്നേയില്ല. അതേ അവസ്ഥയിലാണ് ഇത്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. സംഭവം പൊട്ടുന്നുമില്ല, ഇളകി വരുന്നുമില്ല. ഇങ്ങനെ റബ്ബർ പോലെ ഇങ്ങനെ ഇരിക്കുക അതിൻ്റെ ഉള്ളിൽ. ആണ് ഈ 2 മുട്ടയുടെ അവസ്ഥ. എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയാൻ മേല. ഇത് കളയുകയോ നിവൃത്തിയുള്ളോ എന്നെനിക്കറിയാൻ മേല. കുറച്ച് നേരം പുറത്ത് വെച്ചാൽ ഇത് പഴയപടി ആവുമെന്ന് എനിക്കറിയത്തില്ല. ഇതാ പൊട്ടി വരുന്നുണ്ടേ. പൊട്ടി വരുമ്പോൾ ഇതുണ്ടോ, ഇതാ ഇങ്ങനെ ഇരിക്കുന്ന ഈ സംഭവം. എനിക്കിത് ആദ്യ അനുഭവമാണ് കേട്ടോ. ഇതേണ്ടേ ഇങ്ങനെ ഇരിക്കുന്നു മുട്ടയുടെ ഒരു. ഇനിയിപ്പോൾ ഐസ് പിടിച്ചിരിക്കുന്നതാണെന്ന്. പക്ഷേ വേറെ ഇതിൻ്റെ ഒപ്പം ഇരുന്ന ഒരു 5-6 മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല. 5-6 ഒരു 10-15 മുട്ട. ആ മുട്ടകൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ഈ 2 മുട്ട മാത്രം ഇങ്ങനെ. എന്താണ് ഇങ്ങനെ ആയിപ്പോയെന്ന് എനിക്കറിയാൻ മേല. ഏതായാലും ഞാനതവിടെ വെച്ചു. ഇപ്പോൾ ഏതായാലും ഞാനിത് ഉപയോഗിക്കുന്നില്ല. കളയാൻ വേണ്ടി തന്നെ പ്ലാൻ ചെയ്തു. മറ്റേതും അതേപോലെ തന്നെ പൊട്ടി വരുന്നുണ്ട്. അതിൻ്റെ പുറം ഭാഗം ഇങ്ങനെ പൊളിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഉൾഭാഗം ഇതാ ഈ ഒരു കോലത്തിലാണ് കേട്ടോ. ഫുൾ ഐസായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു നിങ്ങളെ അതൊന്ന് കാണിച്ചേക്കാന്ന്. അതായത് ഞാനതെടുത്ത് കളയും. അപ്പം ഒരു ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ 2 മുട്ട ഉണ്ടായി കിട്ടുന്നത്. ഇനി ബാക്കി അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ഒരു 10 മുട്ടയോളം ഇരിപ്പുണ്ട്. ഇനി അത് എടുക്കുമ്പോൾ അറിയാം അതെങ്ങനെയുണ്ടെന്ന്. പക്ഷെ ഇതുവരെ എനിക്ക് ഈ 7 വർഷത്തിനിടയ്ക്ക് ഇവിടെ വന്ന് മുട്ട മേടിച്ചപ്പോൾ ഇത് ആദ്യത്തെ അനുഭവമാണ് കേട്ടോ. ഇനിയിപ്പം എന്താ പറയണ്ടേ, മുട്ടയുടെ എന്തെങ്കിലും കുഴപ്പമാണോ? ഏതായാലും ഞങ്ങളത് കഴിച്ചില്ല, അത് കളഞ്ഞു. ഇങ്ങനെ ഒരു ചെറിയൊരു മാങ്ങാപ്പഴത്തിൻ്റെ തൊലി പൊളിച്ച് കളയുമ്പോൾ മാങ്ങാപ്പഴം നമ്മുടെ ഈ നാട്ടുമാങ്ങേൻ്റെയൊക്കെ തൊലി പൊളിച്ച് കളഞ്ഞിട്ടാണല്ലോ നമ്മൾ കഴിക്കാറ്. ലൈക്ക് അങ്ങനെ തൊലി പൊളിച്ച് കഴിഞ്ഞിട്ട് ഉള്ള ആ ഒരു രീതിയില്ലേ, അതേപോലെ തന്നെ മുട്ടയുടെ തോല് പൊളിച്ച് കഴിയുമ്പം അതുപോലെ ആ ഒരു ഷേപ്പിലൊക്കെ ഇങ്ങനെ കട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ എന്നാ പറയണ്ടേ, എറിഞ്ഞ നമ്മളെ എറിഞ്ഞിട്ടുണ്ട് നമ്മുടെ വീടിന് ആ ഒരു സ്ട്രോങ് ആണ് കേട്ടോ അതിന്. അപ്പം എല്ലാവരും മുട്ടയൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള അനുഭവം നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ മുട്ട ഇങ്ങനെയൊക്കെ ആകുന്നതെന്നൊക്കെ ഒന്ന് അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഏതായാലും ഞങ്ങളത് കളഞ്ഞു, ഉപയോഗിച്ചില്ല. അത്ര ഉപയോഗിക്കാനുള്ളൊരു മനസ്സ് വന്നില്ല. എന്തോ മോശം ആണെന്നൊരു തോന്നൽ മനസ്സിൽ. ഓക്കെ, അപ്പം ഫ്രിഡ്ജിൻ്റെ കൂളിംഗ് ഒക്കെ നോർമലാണ് കേട്ടോ. അതൊന്നും മാറ്റമൊന്നുമില്ല. ഇതെന്തോ മുട്ടയുടെ എന്തോ ഒരു പ്രശ്നമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്കേതായാലും മേടിക്കുമ്പോൾ ഒന്നും അത് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ചുഴിഞ്ഞ് നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ കടക്കാർക്കും അറിയാൻ മേലായിരിക്കും. എന്തായാലും അങ്ങനെ ഏതായാലും ഓക്കെ. എനിക്കെന്തോ ഒരു പ്രത്യേകത തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങളുടെ അടുത്തും കൂടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മുട്ടയൊക്കെ ഇങ്ങനെയൊക്കെ കൈ കിട്ടിയിട്ടുണ്ടോ? ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇനി എടുക്കുമ്പോൾ ഇങ്ങനത്തെ രൂപത്തിലൊക്കെ കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും കമൻറ്റ് ചെയ്തേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും വീഡിയോസൊക്കെ കാണുക.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ശരി. എന്നാൽ വെറുതെ ഒരു വീഡിയോ എടുത്തിട്ടതാണ് കേട്ടോ. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം ശരി, ബൈ.